ജനപ്രിയ കോമഡി പരമ്പരയായ ഉപ്പും മുളകും അടുത്തിടെയാണ് മൂന്നാം സീസൺ ആരംഭിച്ചത്. ബാലുവിൻ്റെയും നീലുവിൻ്റെയും കുടുംബത്തിനൊപ്പം ഇത്തവണ കുറേ പുതിയ താരങ്ങൾ കൂടിയുണ്ട്. മൂന്നാം സീസണിൽ പുതിയതായി വന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി കിട്ടിയത് ഗൗരി എന്ന കഥാപാത്രത്തിനാണ്. നടൻ ശ്രീകുമാറിൻ്റെ ഭാര്യാവേഷമാണ് ഗൗരി. ഗൗരി ഉണ്ണിമായയാണ് ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. നാച്ചുറൽ ആക്ടിംഗ് കൊണ്ടാണ് ഗൗരി പ്രേക്ഷകരുടെ മനം കവർന്നത്. തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ് ഗൗരി ഉണ്ണിമായ. ഉണ്ണിമായ ചെറുപ്പത്തിലുണ്ടായിരുന്ന പേരാണ്. ഇപ്പോൾ ഗൗരി എന്നു കൂടി പേര് വന്നതോടെ ഗൗരി ഉണ്ണിമായ എന്നാക്കി. അത്രമാത്രം. ഉപ്പും മുളകിന് മുമ്പ് മുറ എന്നൊരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമയുടെ റൈറ്ററാണ് ഉപ്പും മുളകിൻ്റെയും റൈറ്റർ. അങ്ങനെയാണ് ഓഡിഷൻ അറ്റൻഡ് ചെയ്തത്. വൈകിട്ടാകുമ്പോൾ കൺഫർമേഷൻ വന്നു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഉപ്പും മുളകിൽ അഭിനയിച്ചു തുടങ്ങി. സെലക്ട് ആയപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ എന്തു പറയുമെന്നാണ് ആദ്യം ചിന്തിച്ചത്. പ്രൊബേഷൻ പീരീഡിലായിരുന്നു ഞാൻ. അമ്മൂമ്മ മരിച്ചുവെന്ന് പറഞ്ഞാണ് ആദ്യം ഷൂട്ടിന് പോകാൻ 3 ദിവസം ലീവ് എടുത്തത്. പിന്നീട് ഷൂട്ടിംഗ് 15 ദിവസമായി നീണ്ടപ്പോൾ ജോലി രാജിവെച്ചുവെന്നും ഉപ്പും മുളകിലേക്കുള്ള എൻട്രി വിവരിച്ച് ഗൗരി പറഞ്ഞു. ഉപ്പും മുളകിനും ഇത്ര ഫാൻസ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. മുമ്പുള്ള സീസണുകളിലെ എപ്പിസോഡും അധികം കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഉപ്പും മുളകിൽ അഭിനയിച്ച ശേഷം ഒരുപാട് പേർ തിരിച്ചറിയുന്നുണ്ട്. അഭിനയമോഹം ഉള്ളിൽ വളർത്തിയത് അച്ഛനാണെന്നും ഗൗരി പറഞ്ഞു. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, ചേച്ചി, അനിയത്തി എന്നിവർ അടങ്ങിയതാണ് എൻ്റെ കുടുംബം. അച്ഛന് ബിസിനസ്സാണ്. അമ്മ ബ്യൂട്ടീഷ്യനാണ്. അനിയത്തി പഠിക്കുന്നു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. അമ്മ ബ്യൂട്ടീഷ്യനാണെങ്കിലും കണ്ണെഴുതാൻ പോലും എനിക്കറിയില്ല. ഞാനൊരിക്കൽ അച്ഛനൊപ്പം തിയേറ്ററിൽ പോയി. അവിടെ വെച്ചാണ് അച്ഛൻ്റെ ബന്ധു മരിച്ചതറിഞ്ഞത്. എന്നിട്ടും സിനിമ കണ്ട് പൂർത്തിയാക്കിയിട്ടാണ് അച്ഛൻ വന്നത്. പബ്ലിക് എക്സാമിന് മുമ്പ് വരെ അച്ഛനൊപ്പം സിനിമയ്ക്ക് പോയിട്ടുണ്ട്. സിവിൽ സർവീസ് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി പഠിച്ചു. അവസാനം പഠിച്ച് ഡിപ്രഷൻ വരുന്നത് പോലെയായി. ഒരു ദിവസം 18 മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു. ഒരിക്കൽ എഴുതുകയും ചെയ്തിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഇനിയും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഗൗരി പറയുന്നു.